കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ വാർത്ത ഇന്നലെയാണ് ന്യൂസ് 18 നൽകിയത്. ഈ വിവാദം കത്തിപ്പടരുകയായിരുന്നു. പക്ഷേ ഇതുവരെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പല കോൺഗ്രസ് നേതാക്കളെയും ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് വേണ്ടി സമീപിച്ചെങ്കിലും ഇന്നലെയും ആരും മിണ്ടിയില്ല. ഇന്നും ഇതുവരെയും ആരും മിണ്ടിയിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ സജീവമാകുന്നുമുണ്ട്. പാർട്ടി ഔദ്യോഗികമായി പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിലും വൈകാതെ വിശദീകരണവുമായി എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചന. CPM അടക്കമുള്ള ഇടത് കേന്ദ്രങ്ങൾ കോൺഗ്രസിനെതിരെ ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നുമുണ്ട്. ഇന്ന് AK ബാലൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചതും ശ്രദ്ധേയമായിരുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരനെ അപായപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ കൂടോത്രം ചെയ്തെന്ന വാർത്ത ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ടതിന് പിന്നാലെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ മുഴുവൻ പ്രതിരോധത്തിലായിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ആരും പരസ്യ പ്രതികരണവുമായി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താനും ഉൾപ്പെടെയുള്ളവരോട് പ്രതികരണം തേടിയിരുന്നെങ്കിലും അവർ ആരും വ്യക്തമായ ഒരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല. ഇന്ന് സമാനമായ തരത്തിൽ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം. അതിനിടെ കാസർഗോഡ് വാർത്താ സമ്മേളനം വിളിച്ച രാജ്മോഹൻ ഉണ്ണിത്താനോട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുപടി ചിരിയിൽ ഒതുക്കുകയായിരുന്നു ഉണ്ണിത്താൻ. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ നിന്നിരുന്ന കോൺഗ്രസിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കൂടോത്ര വിവാദം. പക്ഷേ ഇപ്പോഴും ആരാണ് ഈ കൂടോത്രം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും ഒരു കോണുകളിൽ നിന്നും ഇതുവരെ ഉയർന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം കോൺഗ്രസിനെതിരെ ഇത് വലിയ രാഷ്ട്രീയ പ്രചാരണായുധമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടതുപക്ഷവും BJPയും. കൃത്യമായി കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്ന് കൊട്ടേഷൻ കൂടോത്രമാണ് നടന്നിരിക്കുന്നത് തുടങ്ങിയ രൂക്ഷ വിമർശനവുമായാണ് ഇടത് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും AK ബാലനും അതോടൊപ്പം തന്നെ VK സനോജ് ഉൾപ്പെടെയുള്ള നേതാക്കളും രൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ നടത്തിയത്. ഒരു കൂടോത്ര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു KPCC. കേരള കൂടോത്ര പാർട്ടി പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തൊക്കെയാ കാണുന്നത്, എന്തൊക്കെയാ വൃത്തികേടാ നമ്മൾ കേൾക്കുന്നത്. ആ കൂടോത്രത്തെ പറ്റിയിട്ട് അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും സഭാ സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഇത് വലിയ വിമർശനങ്ങൾക്ക് ഭരണപക്ഷം ആയുധമാക്കി മാറ്റുമെന്ന കൃത്യമായ ബോധ്യം കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കും UDF കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം ഇങ്ങനെ മൗനം അവലംബിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാകുമെന്ന ചോദ്യം ഉയരുന്നുമുണ്ട്. എന്തായാലും പാർട്ടി ഔദ്യോഗികമായി ഒരു വിശദീകരണവുമായി വൈകാതെ തന്നെ രംഗത്തെത്തുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18. CPMഉം DYFIയും രൂക്ഷമായി തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കൂടോത്രത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൊട്ടേഷനാണെന്നാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് ഈ കൂടോത്രം. കൊട്ടേഷൻ കൂടോത്രമാണ് നടന്നതെന്നും VK സനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം ചെയ്തുവെന്ന ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു കൂടോത്രവും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെയൊക്കെ ഈ ഘട്ടത്തിൽ DYFI കാണുന്നത്? ഇവിടെ ഇപ്പോൾ KPCCയുടെ അധ്യക്ഷൻ, അദ്ദേഹം KPCCയുടെ അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം കണ്ണൂർ പാർലമെന്റ് അംഗം കൂടിയാണ്. പാർലമെന്റ് അംഗം ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയോടും ജനങ്ങളോടും കൂറ് പുലർത്തണം. അപ്പോൾ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ഇവയിൽ കൂടിയാണ് ജനസേവനം ശക്തിപ്പെടുത്തേണ്ടത്. പക്ഷെ ഇതിന് പകരം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഇങ്ങനെയുള്ള മന്ത്രവാദികളെയും ഇങ്ങനെയുള്ള ആളുകളെല്ലാം ആശ്രയിച്ച് അതിൽ അഭയം കണ്ടെത്തുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആ ശബ്ദ സന്ദേശത്തിൽ മറ്റൊരു പാർലമെന്റ് അംഗം കൂടി ഉണ്ട് എന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ്. അപ്പൊ ആരാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ, ഈ ഗ്രൂപ്പ് പോരിനിടയിൽ ആളുകളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ സുധാകരൻ തന്നെ എന്റെ ജീവൻ കിട്ടിയത് ഭാഗ്യം എന്നാ പറഞ്ഞത്. അല്ലാതെ ഇമാതിരി ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല, ഇതുകൊണ്ടൊന്നും എന്നെ തകർക്കാൻ കഴിയില്ല എന്ന ഒരു യുക്തിഭദ്രമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കാര്യങ്ങൾ തളർന്നുപോയെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗം
എന്നെ ഇതൊക്കെ ബാധിച്ചു എന്ന് ജനങ്ങളോട് പറയുകയാണ്. എത്രമാത്രം വലിയ നാണക്കേടാണ് നമുക്ക് നമ്മുടെ നാടിന് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണോ ജനപ്രതിനിധികൾ പെരുമാറേണ്ടത്? അപ്പോ ഇതിപ്പോ കോൺഗ്രസിലെ തന്നെ ആളുകൾ പറയുന്നത്, ഇപ്പൊ വി ഡി സതീശന്റെ കൊട്ടേഷൻ എന്നാണ് പറയുന്നത്. വി ഡി സതീശനും ഇയാളും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന കാര്യത്തിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആയിട്ട് സുധാകരൻ വരുമോ എന്ന ഭയത്താൽ ഈ വി ഡി സതീശന്റെ കൊട്ടേഷനുമായിട്ടാണ് ചില മന്ത്രവാദികൾ കണ്ണൂരിൽ ക്യാമ്പടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയ കൊട്ടേഷൻ, കൂടോത്ര കൊട്ടേഷൻ ആദ്യമായിട്ട് കൊട്ടേഷനാണ് ഇത്. വി ഡി സതീശന്റെ കൊട്ടേഷനാണ്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കണ്ണൂരിൽ വന്ന് തമ്പടിച്ച് ഈ സുധാകരനെതിരായി കൂടോത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സുധാകരന്റെ പക്ഷത്തെ ആളുകൾ പറയുന്നത്. ഏതായാലും ഇത് വളരെ വിചിത്രമായിട്ടുള്ള അനുഭവമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇത് വളരെ ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കേരളത്തിൽ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെയൊക്കെ മുൻനിർത്തിയിട്ട് തീരുമാനമൊക്കെ എടുക്കാനാണ്. പക്ഷെ അതിന് പകരം ഇവര് ഇത്തരം ആളുകളെ ആശ്രയിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്. ഇതിലെ കൂടെ ഉണ്ടായിരുന്ന എം പി, കാസർഗോഡ് എം പി രാജുമുണ്ണിത്താൻ ഞങ്ങൾ വേറൊരു അഭിമുഖത്തിൽ സംസാരിച്ചു. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണ്, ഈ കൂടോത്രമൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, നെഹ്റുവിന്റെ കോൺഗ്രസ് ഇവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവര് പൂർണ്ണമായിട്ടും ഇത്തരം സംഘങ്ങളെ ആശ്രയിക്കുകയാണ്. അപ്പൊ ഇവർക്കിടയിലുള്ള വൈരാഗ്യം മൂത്ത് ഇതൊക്കെ ചെറിയ പൈസയല്ല, ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കൂടോത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പല ആളുകളെയും സമീപിച്ച് ഇങ്ങനെയുള്ള ദുർമന്ത്രവാദിനികൾക്ക് പണം കൊടുത്ത് കൊണ്ടുവന്ന് എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ നേർക്ക് ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് എത്രമാത്രം വലിയ നാണക്കേടാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ AI കാലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രാവിലെ AI കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന MP ഒരു വൈകുന്നേരം മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ഇത്തരം കൂടോത്രങ്ങളിൽ അഭിരമിക്കുന്നതും അഭയം പ്രാപിക്കുന്നതും അത് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടു, 2 സ്ത്രീകളെയാണ് അവിടെ കൊന്നു കുഴിച്ചു മൂടിയത്. അത്രമാത്രം വലിയ ഞെട്ടലോടുകൂടി നമ്മൾ ആ വാർത്തയൊക്കെ കണ്ടത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. VK സനോജിന്റെ പ്രതികരണമാണ് കേട്ടത്. ഈ വിഷയത്തിൽ DYFI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം, കൊട്ടേഷനാണ് ഇത്, അത് കല്ലാച്ചി റോഡ്, തലശ്ശേരി റോഡ് എന്നിവിടങ്ങളിൽ കുഴികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിക്കുകയായിരുന്നു ഇന്ന് വ്യാപാരികൾ. കുഴികളിൽ നിരവധി പേരാണ് ഇവിടെ വീണിട്ടുള്ളത്. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. SFI ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബിനോയ് വിശ്വം SFIയെ വിമർശിച്ചത്. SFI തിരുത്തണം എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനിന്ന് AK ബാലനാണ് മറുപടി നൽകിയത്. SFIയുടെ ചോര കുടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ പറഞ്ഞത്. അത് മുന്നണിക്കുള്ളിലുള്ളയാളായാലും വെളിയിലുള്ള ആളായാലും ഒരേ രീതിയിൽ തന്നെയാണ് പറയുന്നതെന്നും AK ബാലൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകി. താൻ ആ നിലപാടിൽ, SFI തിരുത്തണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിനെതിരെ SFIയും ഇന്ന് അഭിപ്രായം പറയുകയുണ്ടായി. PM ആർഷോയാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഇന്ന് സംസാരിച്ചത്. SFI തുടർച്ചയായി വിവാദങ്ങളിൽപ്പെടുന്നത് മുന്നണിക്ക് തന്നെ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നാണ് CPIയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് പതിവില്ലാത്ത വിധം കടുത്ത വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി തുടർച്ചയായി രംഗത്ത് വരുന്നത്. പ്രതിപക്ഷം പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ CPIയുടെ സെക്രട്ടറി SFI വിമർശിച്ചത് കടുത്ത SFI വികാരം പേറുന്ന CPM-ന്റെ തലമുതിർന്ന നേതാക്കളെ പോലും അസ്വസ്ഥരാക്കുന്നു. വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത്. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ബാലനെ തള്ളാതെയും നിലപാട് തിരുത്താതെയുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഇന്നത്തെ പ്രതികരണം. ഞാൻ പറയുന്നു SFIക്കകത്ത് ആവശ്യമായ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. അത് ബാലന്റെ അഭിപ്രായമായിരിക്കും. SFIയുടെ രക്തം കുടിക്കാൻ സമ്മതിക്കില്ല ആരെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അകത്തുള്ള ആളായാലും പുറത്തുള്ള ഞാനും സമ്മതിക്കില്ല. ഈ തിരുത്തണമെന്ന് പറയുന്നവർക്ക് SFIയുടെ ചൊല കൊടുക്കാൻ ഞാനും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു SFI തിരുത്തണം. ബിനോയ്ക്കെതിരെ SFIയും രംഗത്ത് വന്നു. ഇത്തരം ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളെയൊക്കെ ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണും.
ഏതൊരാൾക്കും ഞങ്ങൾ ഈ വിമർശനത്തിന് അതീതരൊന്നുമല്ല. ഞങ്ങൾ എല്ലാ വിമർശനത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ SFIയെ ചൊല്ലി കഴിഞ്ഞ ദിവസം നിയമസഭയിലും രൂക്ഷമായ ഭരണ പ്രതിപക്ഷ വാഗ്വാദമാണ് ഉണ്ടായത്. മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ KSU ശ്രമിക്കുകയാണെന്നും അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുകയാണെന്നുമാണ് CPMന്റെ വാദം. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രിട്ടനിൽ അധികാരമാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഭരണമാറ്റം ഉറപ്പിച്ച് ലേബർ പാർട്ടിക്ക് കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ വളരെയധികം സീറ്റുകളാണ് കൂടുതൽ കിട്ടിയത്. കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. അധോസഭയായ ഹൗസ് ഓഫ് കോമൺസിലേക്ക് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി 410 സീറ്റുകളാണ് നേടിയിട്ടുള്ളത്. അധികാരം നഷ്ടമായ കൺസർവേറ്റീവ് പാർട്ടിക്ക് 119 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. തോൽവിയുടെ ഉത്തരവാദിത്തം ഋഷി സുനക് ഏറ്റെടുക്കുകയും ചെയ്തു. കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയായി. ബ്രിട്ടന്റെ ചരിത്രത്തിൽ നടന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി 14 വർഷത്തിനു ശേഷം അധികാരം പിടിച്ചെടുത്തു. സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഇടതുപക്ഷാശയങ്ങളും പിന്തുടരുന്ന കീർ സ്റ്റാർമറാണ് ബ്രിട്ടനിന്റെ പുതിയ പ്രധാനമന്ത്രി. ബ്രിട്ടനെ സംബന്ധിച്ച് പുതിയ പ്രതീക്ഷയാണ് സ്റ്റാർമർ. 2020 ജെറമി കോർബനിൽ നിന്നാണ് ലേബർ പാർട്ടിയുടെ സുപ്രധാന നേതൃപദവി ഏറ്റെടുത്തത്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പാർട്ടിയിലെ ജൂതവിരുദ്ധത ഒഴിവാക്കുകയും ചെയ്തു. രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം വരുത്തും, ആരോഗ്യമേഖലയിൽ കൂടുതൽ നിയമനങ്ങൾ നടത്തും, വിദ്യാഭ്യാസ നിയമനങ്ങളിലും മാറ്റം കൊണ്ടുവരുമെന്നായിരുന്നു സ്റ്റാർമറിന്റെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ. ജനങ്ങൾ രാജ്യത്ത് മാറ്റം കൊണ്ടുവന്നുവെന്ന് വിജയത്തിന് ശേഷം കീർ സ്റ്റാർമർ പ്രതികരിച്ചു. വലിയ ഉത്തരവാദിത്തമാണ് ഈ വൻ വിജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. But a mandate like this comes with a great responsibility. Our task is nothing less than renewing the ideas that hold this country together. National renewal. Whoever you are, wherever you started in life, if you work hard, if you play by the rules, this country should give you a fair chance to get on. It should always respect your contribution, and we have to restore that. ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനകിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട കൺസർവേറ്റീവ് പാർട്ടി മൂക്കുകുത്തുന്ന കാഴ്ചയാണ് വോട്ടെണ്ണലിൽ കണ്ടത്. വോട്ടെണ്ണലിൽ ഒരിക്കൽ പോലും ലീഡ് ഉയർത്താൻ കൺസർവേറ്റീവ് പാർട്ടിക്കായില്ല. പൊതുതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാമെന്ന തന്ത്രത്തിൽ കാലാവധി തീരും മുമ്പേ സുനക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. സാമ്പത്തിക മാന്ദ്യവും കുടിയേറ്റ പ്രശ്നങ്ങളും മുഖ്യ പ്രചാരണ വിഷയമായ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സുനക്കിന്റെ തന്ത്രങ്ങൾ പാളി. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് സുനക് വ്യക്തമാക്കി. Today power will change hands in a peaceful and orderly manner with goodwill on all sides. That is something that should give us all confidence in our country's stability and future. The British people have delivered a sobering verdict tonight. There is much to learn and reflect on, and I take responsibility for the loss. To the many good, hard-working Conservative candidates who lost tonight despite their tireless efforts, their local records of delivery, and their dedication to their communities, I am sorry. 3 ദശാബ്ദം നീണ്ട അഭിഭാഷക കരിയറിന് ശേഷമാണ് 52-കാരനായ സ്റ്റാർമർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. മനുഷ്യാവകാശ കേസുകളാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. കരീബിയയിലും ആഫ്രിക്കയിലും വധശിക്ഷ കാത്തു കഴിയുന്ന തടവുകാർക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് നഷ്ടമായ വോട്ടുകളാണ് ലിബറൽ പാർട്ടിക്കും റഫറൽ UK പാർട്ടിക്കും സഹായകരമായതെന്നാണ് വിലയിരുത്തൽ. കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തുന്ന ആദ്യ മലയാളിയായി. ആഷ്ഫോർഡിൽ നിന്നാണ് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി MP തിരഞ്ഞെടുക്കപ്പെട്ടത്. സിറ്റിംഗ് MP ഡാമിയൻ ഗ്രീനിന്റെ 27 വർഷത്തെ കുത്തക സീറ്റാണ് സോജൻ ജോസഫ് പിടിച്ചെടുത്തത്. അതേസമയം വർക്കല സ്വദേശി എറിക് സുകുമാരൻ പരാജയപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മലയാളിയായ സോജൻ ജോസഫിന്റെ വീട് കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് കൈപ്പുഴയാണ്. ബന്ധുക്കൾ അവിടെ വലിയ സന്തോഷത്തിലാണ്. കഴിഞ്ഞ ദിവസം സോജൻ വിളിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചതായി പിതാവ് കൈപ്പുഴ ചാമക്കാലയിൽ വീട്ടിൽ ജോസഫ് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്.
ഇങ്ങനെ ഓരോ എല്ലാം വീടുകൾ കയറി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധ്യത ഉറപ്പാക്കി ഞങ്ങളോട് പറയാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞേ അവന്റെ മാള് ഓടുകയാണ് കൊടുത്തേ പോസ്റ്റ് വഴി ഓട് കൊടുത്തേക്ക് അവള് പോയി അവരേക്ക് പോയി ആള് ജയിക്കുന്ന ഉറപ്പായിട്ട്. കാരണം ഒരു ലേബർ തലങ്ങൾ 100% ജയിക്കുന്നതിന് ഉറപ്പ് എല്ലാവരും ഉണ്ടായിരുന്നു. അവൻ്റെ പെങ്ങളുടെ ഉണ്ട്. അപ്പൊ അവരും പറയും 100% ഞങ്ങളുടെ മക്കളുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഇപ്പം ഒത്തിരി പൊതുപ്രവർത്തകരും നാട്ടിലെ ആളുകളൊക്കെ വിളിച്ചു തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ. ഞങ്ങൾ എന്റെ നാട്ടിൽ സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. കൺസർവേറ്റീവ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു സോജൻ ജോസഫ്. വലിയ ആഹ്ലാദത്തിലാണ്. ഇപ്പോൾ വലിയ സ്വീകരണം അദ്ദേഹത്തിന് നൽകാൻ, നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ വലിയ സ്വീകരണം നൽകാനുള്ള ഒരുക്കത്തിലാണ് കൈപ്പുഴ സ്വദേശികൾ. മറ്റൊരു വാർത്തയിലേക്ക്. ഹാത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. അലിഗഡിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയുടെ വരവ്. ഹാത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി ആശ്വസിപ്പിച്ചു. ഹാത്രസ് ദുരന്തം രാഷ്ട്രീയവൽക്കരിക്കുന്നില്ലെന്നും നഷ്ടപരിഹാരം കുറഞ്ഞുപോയി എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ച ഭോലെ ബാബ ഇപ്പോഴും ഒളിവിലാണ്. ബാബയുടെ അടുത്ത അനുയായി പ്രകാശ് മധുക്കറെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കേസിൽ 20 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തു. CPMന്റെ മുന്നറിയിപ്പുണ്ടായിട്ടും സുരേഷ് ഗോപി MP-യെ പുകഴ്ത്താൻ മടി കാണിക്കാതെ തൃശൂർ മേയർ വീണ്ടും വാർത്തയിൽ നിറയുകയാണ്. തൃശൂർ കോർപ്പറേഷൻ മേയറും സുരേഷ് ഗോപിയും പരസ്പരം പുകഴ്ത്തുന്ന കാഴ്ചയാണ് ഇന്ന് തൃശൂരിൽ കണ്ടത്. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്നാണ് തൃശൂർ മേയർ MK വർഗീസ് പറഞ്ഞത്. തൃശൂരിന്റെ വികസനത്തിനായി വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ സുരേഷ് ഗോപി തയ്യാറാകുമെന്നും മേയർ പറഞ്ഞു. അദ്ദേഹത്തെ പ്രസംഗിക്കണമെന്ന് ആരും തന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. എന്നിരുന്നാലും അദ്ദേഹം പറയുന്നത് 2 വാക്കേ ഉള്ളൂ. കാരണം അദ്ദേഹം കോർപ്പറേഷന്റെ ഒരു പരിപാടിക്ക് മന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് വരിക. അപ്പൊ കോർപ്പറേഷന്റെ ഉപകാരം ഞാൻ അദ്ദേഹത്തിന് ആദ്യം. തൃശൂർ മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെ ആണെന്നതിനെ ബഹുമാനിക്കുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. ന്യായമായ വികസനം ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ച മേയറോട് ബഹുമാനമുണ്ട്. ഒറ്റതിരിഞ്ഞ് മേയറെ ആക്രമിക്കുന്നവർക്ക് ജനം മറുപടി നൽകണമെന്നും സുരേഷ് ഗോപി മറുപടി പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ന് കേരളത്തിൽ ഞാൻ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു യൂണിറ്റ് തുടങ്ങി വെക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അതിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിരെ നിൽക്കില്ല. എതിരെ നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ. ശാരീരികമായിട്ടല്ല, അത് പാടില്ല. അത് ജനാധിപത്യത്തിൽ നല്ലതല്ല. പക്ഷെ അവരെ നിലയ്ക്ക് നിർത്തണം. അത് നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവരെ പാഠം പഠിപ്പിക്കാൻ കൂടി ആയിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിന് തൃശൂർ മേയർക്കെതിരെ നടപടി വേണമെന്ന് CPMന്റെ പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ മേയർ സ്വതന്ത്രനായി വന്നയാളും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മേയർക്കെതിരെ പറഞ്ഞാൽ കോർപ്പറേഷനിൽ പിന്തുണ പോകും എന്നും ഉള്ളതിനാലാണ് മേയർക്കെതിരെ തൽക്കാലം ഒന്നും പറയേണ്ട എന്ന് CPM തീരുമാനിച്ചത്. പക്ഷേ മേയർ തന്റെ നിലപാട് തുടരുകയാണ്. സുരേഷ് ഗോപിയെ പരസ്യമായി അഭിനന്ദിച്ചിരിക്കുകയാണ് വേദിയിൽ. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കോനാട് രൂക്ഷമായ കടലാക്രമണമുണ്ടായി. കൂറ്റൻ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുകയാണ്. നിരവധി വീടുകൾ ഇപ്പോഴും അപകട ഭീഷണിയിലാണ്. വിശദമായ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെ 8 മണി മുതലാണ് അനിയന്ത്രിതമായ രീതിയിലെ കടലേറ്റം കോനാട് ബീച്ചിന്റെ സമീപ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. വലിയ തിരമാലകൾ, കൂറ്റൻ തിരമാലകളാണ് കരയിലേക്ക് ഇപ്പോഴും അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണ്ണമാക്കിയാണ് ഈ തിരമാലകൾ അടിച്ചു കയറുന്നത്. പലയിടത്തും വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. വീടുകൾ ഇടിഞ്ഞു പോകുമെന്ന ഭീഷണി പോലും ഉയർത്തുന്ന സാഹചര്യമുണ്ട്. നമുക്ക് എന്തായാലും നാട്ടുകാരിലേക്ക് തന്നെ കടക്കാം. എപ്പോഴാണ് ചേച്ചി തുടങ്ങിയത്? എങ്ങനെയാണ്? രാവിലെ 8 മണി 9 മണി ആയപ്പോൾ തുടങ്ങിയിരിക്കുന്നത്
സംഭവം. പിന്നെ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം എടുക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് കാണുന്നത്. വീടിന് ഒന്നാകെ കുലുക്കൊക്കെ വരുന്നുണ്ട്. പിന്നാണെങ്കിൽ ഈ ഇത് ഇങ്ങനെ നിന്നിക്കാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വെള്ളം നിന്ന് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. കാരണം പിന്നെ ഈ കടലക്ഷോഭം കൊണ്ടാണ് ഈ ഒന്നാകെ വിള്ളൽ വരെ വീടിന് വന്നത്. പിന്നെ വീടിനൊരു അനക്കമുണ്ടോ? ആ കുലുക്കുണ്ട്, നല്ല കുലുക്കാണ്. ഈ വെള്ളം ഇങ്ങോട്ട് ചാടുമ്പോൾ നല്ല കുലുങ്ങുന്നുണ്ട് വീടൊന്നാകെ. ഈ ഭിത്തി ഉണ്ടാക്കണം എന്ന കാര്യമൊക്കെ ഒരുപാട് നാളെ നിങ്ങൾ പറയുന്നല്ലോ, പക്ഷെ അധികൃതർ ഒഴിഞ്ഞു പോകാനാണോ പറയുന്നത്? ഒഴിഞ്ഞു പോകാനാ പറയുന്നത്. ഒരു 10 ലക്ഷം രൂപ തരും. അതിന് നിങ്ങൾ ആദ്യം പോയിട്ട് 4 ലക്ഷം രൂപ തന്നിട്ട് സ്ഥലം എടുക്കുക. പിന്നെ ആ സ്ഥലം സർവീസ് ഓഫീസർക്ക് ഇഷ്ടപ്പെടണം. നമുക്കല്ല ഇഷ്ടപ്പെടേണ്ടത്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആന്ന് പറഞ്ഞാൽ മാത്രം ആ പൈസ പാസ്സാവും. ഇപ്പം അതെല്ലാം കൂടി 15 എത്രയോ ആക്കിയിട്ടുണ്ട്. ഈ 15 രൂപക്കൊന്നും നമുക്ക് അപ്പുറം ഒന്നും പോയിട്ട് ഈ മത്സ്യത്തൊഴിലാളിയായ നമ്മൾ വയനാട്ടിൽ പോയിട്ട് കൃഷിപ്പണി ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ മേഖലയിൽ വെസ്റ്റ് ഹിൽ മേഖലയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ വന്നിട്ട് നമുക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പക്ഷെ നമ്മൾ ഈ ചേളന്നൂർ ഭാഗത്തൊക്കെ പോയിട്ട് നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് അധികൃതരോട് പറഞ്ഞാൽ അവരായി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവരൊരു കാര്യം ചെയ്യില്ല, നമുക്ക് സ്ഥലം വീടും എടുത്ത് തന്നിട്ട് അങ്ങോട്ടൊക്കെ മാറാൻ പറഞ്ഞാൽ ഞങ്ങൾ മാറാനും തയ്യാറാണ്. അത് പറഞ്ഞാൽ എല്ലാവരും എല്ലാ മാസവും യോഗം വിളിക്കുമ്പോഴും നമ്മൾ പറയാറുണ്ടായി. പക്ഷെ ഇത് ഇവർ ചെയ്യിക്കില്ല എന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. ഈ രാവിലെ എങ്ങനെ നന്നായി അടിച്ചു കയറുന്നുണ്ടായിരുന്നു? ഇനി കുറച്ച് 8 മണിക്ക് അതിന്റെ സ്റ്റാർട്ടിങ്. ഈ സ്റ്റാർട്ടിങ് സമയത്ത് വളരെ പതുക്കെ പിന്നെ അത് കൂടുതലായിട്ട് ഇപ്പോൾ ശോഭം കുറച്ച് പിന്നോട്ട് വെക്കും. ഇനിയിപ്പോൾ 4 മണിക്ക് ആദ്യം തുടങ്ങും. വെള്ളം വേലി ഇറക്കം ആദ്യമാണ്. ഇപ്പം വെള്ളം വേലിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ വേലി ഇറക്കാവും. പിന്നെ രണ്ടാമതും ഇത് ശോഭിക്കും. വേലിയേറ്റോ രാത്രിയൊന്നും ഇവിടെ നിന്ന് നിൽക്കാൻ കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ഇവിടങ്ങളിലെ ആളുകൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി വൈകുന്നേരം വീണ്ടും വേലിയിറക്കത്തിന് ഭാഗമായുള്ള തിരയേറ്റം ഉണ്ടാകും. ഒപ്പം ഈ കടൽഭിത്തിയിലേക്ക് സ്ഥിരമായി ഈ തിരമാല അടിച്ച് കയറുന്നത് കൊണ്ട് തന്നെ ആ കടൽഭിത്തി നിലമ്പത്തുന്നുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ സമാനതകളില്ലാത്തൊരു ദുരിതത്തിലേക്കാവും ജനങ്ങൾ നീങ്ങുക. എന്തായാലും അധികൃതർ ഇതുവരെ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അടിയന്തരമായി കടൽഭിത്തിയുടെ നീളം പൊക്കം കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു നേരിയ ആശ്വാസമെങ്കിലും ഇവർക്ക് ലഭിക്കും. അതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എറണാകുളം കണ്ണമാലിയിലും സമാനമായ സാഹചര്യമാണ്. നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നുണ്ട്. ചെല്ലാനം കണ്ണമാലി തീരദേശ പാതയാണ് നാട്ടുകാർ തടയുന്നത്. കടൽക്ഷോഭം കാരണം ഈ പ്രദേശത്തെ നിരവധി വീടുകളാണ് കഴിഞ്ഞ ദിവസം തകർന്നത്. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചിയുടെ തീരമേഖലയിൽ ഇന്ന് സമരത്തിന്റെ ദിവസമാണെന്ന് തന്നെ പറയാം. നമ്മൾ കണ്ണമാലിയിലുണ്ട്. കണ്ണമാലിയിൽ ഇപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ പാത ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾ സമരം തുടരുകയാണ്. സ്ത്രീകളടക്കമുള്ളവർ ഇന്ന് 6 മണി മുതൽ ഈ സമരരംഗത്തേക്ക് വളരെ സജീവമായിട്ട് തന്നെ തുടരുന്നു. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ സമരരംഗത്തേക്ക് എത്തുവാൻ റോഡ് ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് നീങ്ങുവാനും നിർബന്ധിതരായിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ചെല്ലാനം ടെട്രാപോഡുകളാൽ സുരക്ഷിതമാകുമ്പോഴും ഇപ്പുറത്തേക്ക് നടപ്പാക്കാൻ നേരത്തെ തന്നെ വിഭാവനം ചെയ്തിരുന്ന പദ്ധതി കണ്ണമാലി മേഖലയിൽ ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നു. ഈ വർഷം കടലാക്രമണം കൂടുതലായിരുന്നു. നിരവധിയായ വീടുകൾ കടലാക്രമണത്തിൽ തകർന്നിരുന്നു. ഒട്ടനവധി പേർക്ക് ഇതുമൂലം വീട് അടക്കം മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം തന്നെ വരികയും ചെയ്തിരുന്നു. പക്ഷേ അനുകൂലമായ ഒരു നടപടിയോ തീരുമാനമോ ഒന്നും തന്നെ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരത്തിലേക്ക് കടക്കുവാനായിട്ട് അവർ നിർബന്ധരായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ കണ്ണമാലി മേഖലയിൽ തുടങ്ങുന്ന ഈ ഒരു സമരം ഇപ്പോഴും തന്നെ തുടരുകയാണ്. പോലീസ് ഇവരെ നീക്കുവാനായിട്ട് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പ്രതിഷേധം കൂടുതൽ ശക്തമാകും എന്ന് തന്നെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അവർ പിന്മാറുന്നത്. എന്തായാലും സമരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീടുകളിലേക്ക് ഒരു സ്ഥിതി വളരെ രൂക്ഷമാണ് സാറേ. നിങ്ങൾക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് സർക്കാരിന്റെ കണ്ണു തുറന്ന് ഇത് ചെയ്യണം. എല്ലാ വർഷവും ഉറപ്പ് നൽകുന്നതല്ലാതെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. പാലിക്കപ്പെടുന്നില്ല. വളരെ വളരെ ഭയങ്കര ഇത് തന്നെയാണ്. സ്ഥാനത്ത് നടപ്പാക്കിയത് ഇവിടെയും നടപ്പാക്കണം. അതന്നെ ആഗ്രഹം. ഞങ്ങൾ ജനിച്ച മണ്ണിൽ വീക്ക ഞങ്ങൾക്ക് വിടാം.
തൃശൂർ ചാവക്കാട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണിപ്പോൾ. ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ കാലാവസ്ഥയും തിരിച്ചടിയായിട്ടുണ്ട്. ചെമ്മീൻ കയറ്റുമതി ഇല്ലാതായതും ഇരുട്ടടിയായെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. നമ്മൾ ആഴക്കടലിലേക്ക് പണിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഏകദേശം ഒരു 10-12 മൈലേജ് അത്ര ദൂരത്തിൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് തിരിച്ച് ചിലപ്പോൾ കരക്ക് എത്തുമെന്നുള്ളതും കൂടിയിട്ട് നമുക്കറിയില്ല. പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ പോകാതിരിക്കാനാകാത്ത സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. അരി വാങ്ങാൻ മറ്റു വഴിയില്ലാത്തതിനാൽ അറിയാവുന്ന തൊഴിൽ ചെയ്യുകയാണ് ഇവർക്ക് മുന്നിലുള്ള ഏക മാർഗം. ഞങ്ങൾക്കൊന്നും പണിയെടുക്കാൻ പാടില്ല. അപ്പം അത് കാരണം ഈ കാറ്റും കോളും കാരണം പോവുക, എന്തെങ്കിലും അരി വാങ്ങാൻ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അതും കിട്ടാനുള്ള വഴിയില്ല. ഞങ്ങൾ ഈ ചെറുവഞ്ചിക്കാരാണ്. ഈ കാറ്റും കോളും ഒക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണ്. പണി എപ്പോഴെങ്കിലും ഒരിക്കലും ഉണ്ടാകും, ചില സമയങ്ങളിൽ ഉണ്ടാവാറില്ല. എന്നും ഇതിങ്ങനെ കാത്തിരിക്കലേ ഞങ്ങളുടെ തൊഴിൽ. എന്തെന്നാ പറയുക, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ ജീവിതങ്ങൾ ഞങ്ങളുടെ. ഒരാളും ഞങ്ങളെ സഹായിക്കാനോ മറ്റുള്ളതിനൊന്നുമില്ല. ഗവൺമെൻറ്റും ഇല്ല, ഒരാളുമില്ല. ഞങ്ങൾ പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്. ജീവിത പ്രശ്നം പരിഹരിക്കാൻ ഒരു കോണിൽ നിന്നും സഹായം ലഭിക്കുന്നില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. ചെറുബോട്ടുകളിൽ മീൻ പിടിക്കാൻ പോകുന്ന ഇവർക്ക് മണ്ണെണ്ണയുടെ വില പോലും താങ്ങാനാകുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സർക്കാരൊന്ന് കണ്ടറിഞ്ഞ് തന്നാൽ മതി, അത്രേ പറയാനുള്ളൂ. കാരണം മണ്ണെണ്ണൻ്റെ പൈസയും ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിലൊന്നും ഇല്ല എന്നുള്ളത്. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജീവിതം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളികൾക്ക് ചെമ്മീൻ കയറ്റുമതി നിർത്തിയത് കൂടുതൽ ദുരിതം സമ്മാനിച്ചു. ഈ ചെമ്മീനൊക്കെ കയറ്റുമതി ഇല്ലാത്ത കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ആൾക്കാർക്കും. പിന്നെ ഇല്ലാണ്ട് നമുക്ക് കടലിൽ ഉള്ളിലോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പാടിലാണ് ഇപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളും ജീവിക്കുന്നത്. അവിടെ നല്ല മഴയാണ്. കടല് കാറ്റും മഴയും കടലൊക്കെ കൂടിയിട്ടേ കടൽ ഇവിടുത്തെ പോലല്ല. അവിടെ സാഹചര്യം വളരെ മോശമാണ്. നമ്മൾ ചെറിയ വഞ്ചിയല്ലേ, ദീപം പണയം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോണതും ഇങ്ങോട്ട് വരുന്നത്. കൂലിക്കാശൊന്നും മുട്ടില്ല, ചായ കുടിക്കുന്ന കാശിനൊക്കെ വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ് ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ട്രോളിംഗ് നിരോധനം തീരും വരെ എങ്ങനെ പഞ്ഞമില്ലാതെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് മലമ്പുഴയിൽ കടക്കണി കാരണം കർഷകൻ ആത്മഹത്യ ചെയ്തു. പച്ചക്കറി കർഷകനായ PK വിജയനാണ് ആത്മഹത്യ ചെയ്തത്. വിവിധ ബാങ്കുകളിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് അദ്ദേഹം കടമെടുത്തിരുന്നത്. തിരിച്ചടവ് മുടങ്ങിയതിന്റെ പ്രയാസത്തിലാണ് ആത്മഹത്യയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കോഴിക്കോട് മുതലക്കുളത്ത് ചായക്കടയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശി കുഞ്ഞബ്ദുവിന് 80% പൊള്ളലേറ്റു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നായിരുന്നു തീപിടുത്തം. ജീവനക്കാർ ജോലി തുടങ്ങുന്ന സമയത്ത് അടുപ്പിൽ തീ കൊളുത്തിയപ്പോൾ സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ചായക്കട പൂർണ്ണമായും കത്തി. സമീപത്തെ കടകളിലേക്ക് തീ പടർന്നില്ല. ചാക്ക് നനച്ച് മൂടിക്കാൻ കായംകുളത്ത് വിദ്യാർത്ഥിനി വെള്ളത്തിൽ വീണു മരിച്ചു. പത്തിയൂർക്കാല ശിവനയനത്തിൽ ശിവപ്രസാദിന്റെയും ബിജിയുടെയും മകൾ നേഹ പ്രസാദാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ചൂണ്ടയിട്ടുകൊണ്ടിരിക്കെ കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു.
തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച പന്നികളെ ഇല്ലാതാക്കാൻ 2 RRT സംഘത്തെ നിയോഗിച്ചു. ഇന്ന് ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ പന്നികളെ കൊല്ലും. 10 കിലോമീറ്റർ ചുറ്റളവിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയതായി മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാന്നാറിലെ കലയുടെ മരണം അന്വേഷണ സംഘത്തിന് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് നടന്ന കലയുടെ കൊലപാതകം തെളിവ് ശേഖരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. പക്ഷേ ഭർത്താവിനെ വിദേശത്ത് നിന്ന് തിരികെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. അതേസമയത്ത് തന്നെയാണ് മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നത്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി 2 ദിവസം എത്തി നിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം കളയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളുന്നതായി 2ാം പ്രതി ജിനു മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ 3 പ്രതികളും ബോഡി മറവ് ചെയ്യാൻ ഉണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു. 2ാം പ്രതി ജിനുവും 4ാം പ്രതി പ്രമോദും ചേർന്നാണ് അനിൽകുമാറിനെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിക്കാൻ സഹായിച്ചതെന്നായിരുന്നു 3ാം പ്രതി സോമൻ ആദ്യം നൽകിയ മൊഴി. എന്നാൽ സോമൻ ഒപ്പമുണ്ടായിരുന്നെന്ന് തുടർ ചോദ്യം ചെയ്യലിൽ ജിനുവും പ്രമോദും പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പ്രതികളുടെയും വീട്ടിൽ അന്വേഷണ സംഘം അപ്പോൾ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. കാലപ്പഴക്കം ഏറിയ കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ നിർണായകമാണ്. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ അയച്ച സാമ്പിളുകളുടെ ഫലം വേഗത്തിലാക്കാനുള്ള ഇടപെടലുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ അന്വേഷണം പൂർണ്ണ പുരോഗതിയിലേക്ക് എത്തുകയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ കേസായതുകൊണ്ട് തന്നെ പ്രതികളിൽ നിന്ന് പഴുതുകളില്ലാതെ വിവരശേഖരണം നടത്തിയ ശേഷം മാത്രമേ തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കൂ. അനിൽകുമാറിന്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും അടക്കം കൂടുതൽ പേരെ വരും ദിവസങ്ങളിലും പോലീസ് ചോദ്യം ചെയ്യും. ന്യൂസ് 18 ആലപ്പുഴ. കോട്ടയത്ത് പാസ്റ്റർക്കെതിരായ മകളുടെ പരാതിയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. പരാതി നൽകിയാൽ മാനസിക രോഗിയെന്ന് മുദ്രകുത്തുമെന്ന് സ്വന്തം സഹോദരൻ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണമാണ് പുറത്തുവന്നത്. പോലീസിൽ പരാതി കൊടുത്താൽ മിനിറ്റ് വെച്ച് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ഇടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സഹോദരന്റെ ഓഡിയോയാണ് പുറത്തുവന്നിരിക്കുന്നത്. ആ ഓഡിയോയിലേക്ക് എന്നോട് യാതൊരുവിധ കാര്യങ്ങളും പറയണ്ട. നിനക്ക് പരാതി കൊണ്ട് നീ ചെയ്യും. നീ ആരായി പേടിപ്പിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഈ ഗുണഗുണ മെസ്സേജ് അയച്ച് നീ ആരെ പേടിപ്പിക്കുന്നത്? അതൊന്നും വേണ്ട. നീ നിനക്ക് ചെയ്യാനുള്ളത് ചെയ്തോ. നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല. നിനക്കൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കാവോ? മിനിറ്റ് വെച്ച് നിന്നെ ഞാൻ ഭ്രാന്താശുപത്രി കൊണ്ടിട്ട് കാണിച്ചു തരാം. ഒന്ന് ചെയ്ത് നോക്ക്. പാമ്പാക്കുട സെന്ററുകാര് പലരും അറിഞ്ഞിരിക്കുന്നത് നീ ഇതാണെന്നാ. അപ്പം നീ ഇപ്പൊ സഭയിൽ പോകും, നീ തന്നെ മാറും. അത്രയേ ഉള്ളൂ. നിനക്ക് ഭ്രാന്താണെന്നുള്ളത് ഞങ്ങൾ പറയും. അല്ലാതെ ഇപ്പം ഭ്രാന്ത് കയറിയിരിക്കുകയാണ്. ടോം കുര്യാക്കോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ടോം, ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം എവിടെ വരെ എത്തിയിട്ടുണ്ട്? മഞ്ജുഷ, കഴിഞ്ഞ ദിവസം ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലാണ് ഈ കോട്ടയത്തെ പാസ്റ്ററുടെ മകൾ സ്വന്തം പിതാവ് രംഗത്തെത്തിയത്. അതായത് തന്നെ 11 വയസ്സ് മുതൽ 17 വയസ്സ് വരെയും സ്വന്തം പിതാവ് ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചുവെന്നും 17ാം വയസ്സിൽ, അതായത് പ്രായപൂർത്തിയാകും മുൻപ് തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചുവെന്നും യുവതി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മാത്രമല്ല, മറ്റ് കൂടുതൽ യുവതികളെ പ്രാർത്ഥനാവശ്യത്തിനായി പാസ്റ്ററെ സമീപിക്കുന്ന യുവതികളെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു എന്ന കാര്യം കൂടി അവർ തുറന്നു പറഞ്ഞിരുന്നു. അതിന്റെ തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. അതായത് മറ്റൊരു സ്ത്രീയും ഈ മകളും തമ്മിലുള്ള ഒരു വാട്സാപ്പ് ചാറ്റിന്റെ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ യുവതിയെ സ്വന്തം സഹോദരൻ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ, അതായത് നേരത്തെ അഭിമുഖത്തിൽ തന്നെ ഈ യുവതി പറഞ്ഞിരുന്നു, ഈ പരാതിയുമായി മുന്നോട്ട് പോയാൽ തനിക്ക് നേരെ ഭീഷണി ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഈ യുവതി തുറന്നു പറഞ്ഞതാണ്. ഇതിനു മുൻപ് IPC നേതൃത്വത്തിന് പരാതി നൽകിയപ്പോഴാണ് ഈ സഹോദരൻ പരാതിയുമായി മുന്നോട്ട് പോയാൽ മാനസിക രോഗിയായി മുദ്രകുത്തും, ആശുപത്രിയിൽ കൊണ്ടാക്കും എന്ന രീതിയിൽ ഭീഷണി മുഴക്കിയത്. എന്തായാലും IPC നേതൃത്വം ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. സഭാ നേതൃത്വം നിലവിൽ അന്വേഷണ വിധേയമായി പാസ്റ്ററെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ യുവതിക്ക് നേരെയുള്ള ഭീഷണി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ മണർകാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ സംഭവത്തില് നിലവിൽ അന്വേഷണം നടത്തുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മഞ്ജുഷ, ഈ പാസ്റ്റർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സഭ പറഞ്ഞിട്ടുണ്ട്. IPC അതിലെന്തെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ?
മഞ്ജുഷ്, നിലവില് IPCയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നാണ് ഈ പാസ്റ്ററെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പ്രഥമ ദൃഷ്ട്യാ പാസ്റ്റർ കുറ്റക്കാരനാണ്. ഈ യുവതി ആരോപിച്ചിരിക്കുന്ന പോലുള്ള കാര്യങ്ങളിൽ ഒരു പരിധിവരെ വസ്തുത ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിലാണ് സഭാ നേതൃത്വം ഇദ്ദേഹത്തെ, ഈ പാസ്റ്ററെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഈ വിഷയം, ഈ യുവതി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, പരാതി അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ രൂപീകരിക്കും. അത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലുള്ള ആളുകളാണ് ഈ സംഭവം, ഈ കേസ് അന്വേഷിക്കുന്നത്. നിലവില് ഈ കോട്ടയത്തെ ഒരു പ്രത്യേക സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഈ പാസ്റ്റർ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ്, സ്റ്റേറ്റ് കൗൺസിൽ അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനമുണ്ട്. ഏതെങ്കിലും രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോയാൽ ഭീഷണി മാത്രമല്ല, തങ്ങളെ പ്രാർത്ഥിച്ച് തങ്ങളുടെ ഭാവി ജീവിതം നശിപ്പിക്കുമെന്ന ഭയമൊക്കെയായിരുന്നു യുവതികൾക്കുണ്ടായിരുന്നത്. പക്ഷേ ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടതോടുകൂടിയാണ് IPC നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുകയും പാസ്റ്ററെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. മഞ്ജുഷ. ശരി, ടോമാണ് വിവരങ്ങൾ നൽകുന്നത്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതക കേസിലെ പ്രതിയായ സന്ദീപിന്റെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. സന്ദീപ് കൊലപാതക കുറ്റത്തിന് വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് A. ബദറുദ്ദീനാണ് ഹർജി തള്ളിയത്. കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു സന്ദീപിന്റെ വാദം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന സന്ദീപിന്റെ കുത്തേറ്റാണ് വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. AKG സെന്റർ ആക്രമണ കേസിൽ ഡൽഹിയിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കസ്റ്റഡി കാലാവധി അവസാനിക്കും മുൻപ് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. 2 ദിവസം സുഹൈലിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു. 4ാം പ്രതിയായ സുബീഷിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം തേടിയത്. 4 പ്രതികളിൽ 2 പേരെ നേരത്തെ പിടികൂടുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ കുറ്റപത്രവും നൽകിയിട്ടുണ്ട്. ഇനി 4ാം പ്രതി സുബീഷിനെ മാത്രമാണ് പിടികിട്ടാനുള്ളത്. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഉടമ KD പ്രതാപനെ ഇന്ന് കലൂർ PMLA കോടതിയിൽ ഹാജരാക്കും. കൊച്ചി ഓഫീസിൽ ദിവസങ്ങളോളം ചോദ്യം ചെയ്തതിനു ശേഷം ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. HR കറൻസിയുടെ ഇടപാടുകളിലൂടെ പ്രതികൾ കോടികൾ വിദേശത്തേക്ക് കടത്തിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. കോഴിക്കോട് ജില്ലയിൽ സൈബർ തട്ടിപ്പ് കേസുകളിൽ വലിയ വർധനവ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 15 കോടിയോളം രൂപയാണ് തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപ്പെട്ടത്. കേസുകളുടെ എണ്ണം കൂടുമ്പോഴും പിടികൂടുന്ന പ്രതികളുടെ എണ്ണം 5% മാത്രമാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിസിനസ്സുകാർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സൈബർ തട്ടിപ്പുകൾക്ക് വിധേയമാകുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ നിരവധി കേസുകളാണ് വൻകിട തട്ടിപ്പുകളുമായി മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 110 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 5% പേരെ മാത്രമാണ് പിടികൂടാനായിട്ടുള്ളത്. ഇതര സംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടുന്നത് ദുഷ്കരമായതുകൊണ്ട് ഭൂരിഭാഗം പേർക്കും പണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഈ വർഷം ഇതുവരെ 15 കോടി 15 crore 34 lakh amount is already lost. We are able to recover hardly 10%. Like 2023 we are able to freeze the amount of 1 crore 53 lakh 68,000. ഈ വർഷം 2 crore 79 lakh 37,000 amount ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് amount തിരിച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അക്കൗണ്ടിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂകളുണ്ട്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ശ്രമവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇതിനായി 220ഓളം വോളണ്ടിയർമാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ പരിശീലനം നൽകിയിട്ടുള്ളത്. വാർഡ് അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇപ്പം നമ്മുടെ ഒരു കാലിക്കറ്റ് സിറ്റിയിലെ ഒരു വാർഡ് ലെവലിൽ തന്നെ SHOയുടെ കീഴിലെ വാർഡ് ലെവലിൽ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് ഈ സൈബർ ഓപ്പറേഷൻ ഫ്രോഡുകളുടെ മോഡൽസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബൃഹത്ത് പരിപാടി തുടങ്ങുന്നുണ്ട്. നാളെ മുതൽ തന്നെ ഇത് തുടങ്ങും. ഒരാഴ്ച ഇത് കൃത്യമായിട്ട് എല്ലാ സ്റ്റേഷനിലെ എല്ലാ വാർഡുകളിലും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്താദ്യമായി രജിസ്റ്റർ ചെയ്ത AI വീഡിയോകൾ വഴിയുള്ള സൈബർ തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും കോഴിക്കോട് പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. വിപണിയിൽ 5 ലക്ഷം രൂപ വില വരുന്ന 100 ഗ്രാം MDMAയും 1.5 കിലോ കഞ്ചാവും തിരുവനന്തപുരത്ത് പിടികൂടി. 3 പേരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ കൊണ്ടുവരുമ്പോഴാണ് ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം സിറ്റി പോലീസും കഴക്കൂട്ടം പോലീസും ചേർന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. മേലാറന്നൂർ സ്വദേശി വിമൽ രാജ്, വലിയവിള സ്വദേശി അർജുൻ, ആര്യനാട് സ്വദേശി മുഹമ്മിൻ എന്നിവരാണ് അറസ്റ്റിലായത്.
കോപ്പ അമേരിക്ക ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സെമി ഫൈനലിലെത്തി. ഇക്വഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അർജന്റീന മറികടന്നത്. നിശ്ചിത സമയത്ത് മത്സരം 1-1 സമനിലയിലായിരുന്നു. തുടർച്ചയായ 5ാം തവണയാണ് അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ സെമി ഫൈനലിലേക്ക് എത്തുന്നത്. ഇക്വഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നുള്ള ആ പ്രയാണത്തിൽ വളരെ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിശ്ചിത സമയത്ത് 1-1 എന്നുള്ള തലത്തിലേക്ക് മത്സരം എത്തിച്ചത് ഇക്വഡോറിന്റെ ഒരു പോരാട്ട വീര്യമാണ് എന്ന് വേണം പറയാൻ. ഇക്വഡോർ മത്സരത്തിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലാത്ത മട്ടിൽ പൊരുതിയതാണ് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടി, വലിയ ആശങ്ക സൃഷ്ടിച്ചത് ഒരു ഘട്ടത്തിൽ. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ 35ാമത്തെ മിനിറ്റിലെ ഗോളിൽ അർജന്റീന ആദ്യം സ്കോർ ചെയ്തു എങ്കിൽ മത്സരം 1-0 ഒരു ലെവലിലേക്ക് പോകുന്നു എന്നുള്ള ഘട്ടത്തിലാണ് 62ാം മിനിറ്റിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു പെനാൽറ്റി അവസരം തുറന്നെടുക്കുന്നത് ഇക്വഡോർ. എനർ വലൻസിയ എന്ന വിഖ്യാത ഇക്വഡോർ താരം, ഇക്വഡോറിന്റെ ഇതിഹാസ താരം പക്ഷേ പെനാൽറ്റി പാഴാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത്. എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർക്ക് മുന്നിൽ പെനാൽറ്റി എടുക്കാനെത്തിയ എനർ വലൻസിയയുടെ ഷോട്ട് അത് പെനാൽറ്റി ബോക്സിന്റെ പോസ്റ്റിൽ തട്ടി തെറിക്കുകയായിരുന്നു. അങ്ങനെ വലിയൊരു അവസരമാണ് അവിടെ നഷ്ടമാക്കിയത്. പക്ഷെ പിന്നീട് രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കെവിൻ റോഡ്രിഗസ് ഇക്വഡോറിന് വേണ്ടി സമനില സമ്മാനിച്ചു. അങ്ങനെ ഈ കോപ്പ അമേരിക്കയിൽ അത് നിശ്ചിത സമയം കഴിഞ്ഞാൽ നേരെ പെനാൽറ്റി ഷൂട്ടൗട്ട് ആയതുകൊണ്ട് തന്നെ നേരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം പോകുന്നു. ആദ്യ കിക്ക് എടുക്കാനെത്തിയത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സിയുടെ ആ കിക്ക് അത് ക്രോസ് ബാറിനും വെളിയിലൂടെ പുറത്തേക്ക് പോകുന്നത് ആശ്ചര്യത്തോടു കൂടിയാണ് ആരാധകർ, പ്രത്യേകിച്ചും മെസ്സി ആരാധകർ കാത്തുനിന്നത്. ആ സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായതാണ് ആ കാഴ്ചയിൽ. അത്രമാത്രം സ്തബ്ധരായി മെസ്സി പെനാൽറ്റി പാഴാക്കുന്നത് കണ്ടപ്പോൾ. പക്ഷേ ഒട്ടും നിരാശപ്പെടുത്തിയില്ല അർജന്റീനയുടെ സഹതാരങ്ങൾ, പ്രത്യേകിച്ചും ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. രക്ഷകന്റെ റോൾ അണിഞ്ഞത് എമിലിയാനോ മാർട്ടിനസ് ആണ്. ഇക്വഡോറിന്റെ ആദ്യ 2 കിക്കുകളും തടഞ്ഞിട്ട് രക്ഷകനായി മാറുകയായിരുന്നു എമിലിയാനോ. പിന്നാലെ ജൂലിയൻ അൽവാരസും മക്കലിസ്റ്ററും മൊണ്ടിയലും ഒപ്പം ഒട്ടമെന്റിയും ചേർന്ന് പെനാൽറ്റി കിക്കുകൾ അനായാസം വലയിലേക്ക് എത്തിച്ച് അർജന്റീനയ്ക്ക് ജയമൊരുക്കി. അങ്ങനെ 4-2 അതിമനോഹരമായിട്ടുള്ള ജയം സ്വന്തമാക്കിയെടുക്കുകയായിരുന്നു അർജന്റീന ഈ സെമി ഫൈനലിലേക്കുള്ള വഴിയിൽ. എന്താണെങ്കിലും അർജന്റീന തുടർച്ചയായി 5ാം തവണ കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ആ സെമി ഫൈനൽ പോരാട്ടത്തിന്റെ ആവേശത്തിലുള്ള കാത്തിരിപ്പിലാണ് അർജന്റീന ആരാധകർ. ഒരുപക്ഷേ ഇക്വഡോർ ഒന്ന് ഭയപ്പെടുത്തി ഞെട്ടിച്ചു എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും. ഈ വർഷത്തെ മാധ്യമ മികവിനുള്ള ഇൻഡിവുഡ് പുരസ്കാരം ന്യൂസ് 18 കേരളം ന്യൂസ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രന്. റിപ്പോർട്ടർ, അവതാരകൻ എന്നീ നിലകളിലെ സമഗ്ര മികവിനാണ് പുരസ്കാരം. ഈ മാസം 9 കൊച്ചി അവന്യൂ റീജന്റിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. +1 സീറ്റ് വിഷയം ഗുരുതരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി സമ്മതിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം. അതിനെന്ത് പരിഹാരമുണ്ടാക്കി? എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം കിട്ടുന്നതുവരെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല. വിദ്യാഭ്യാസ കച്ചവടം സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും PMA സലാം കുറ്റപ്പെടുത്തി. പ്രശ്നം വളരെ ഗുരുതരമാണ് എന്നാണ് സമ്മതിക്കുന്നത്. അതിനെന്ത് പരിഹാരം ഉണ്ടാക്കി എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. 2 ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ഇന്നാണ് 5-ാം തീയതി, ഇന്നാണ് അവസാന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. ഹയർ സെക്കൻഡറി തുടർ പഠനത്തിന് അവസരമുണ്ടായ മുഴുവൻ കുട്ടികൾക്കും അതിനുള്ള അവസരം ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് വരെ ഞങ്ങൾ മുസ്ലിം ലീഗും പോഷക സംഘടനകളും UDF ഒന്നും അടങ്ങി നിൽക്കുന്ന പ്രശ്നമില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. എന്ത് കണക്ക് പറഞ്ഞാലും. NHM ആശാപ്രവർത്തകർക്കായി 55 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പദ്ധതിയിലെ കേന്ദ്ര വിഹിതം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ NHM ജീവനക്കാരുടെ ശമ്പള വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്കാണ് 45 കോടി രൂപ. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വിതരണത്തിന് 10 കോടി. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി മേഖലകളിലായി ഡോക്ടർമാർ ഉൾപ്പെടെ 14,000-ൽ പരം ജീവനക്കാർ സംസ്ഥാനത്ത് NHMന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും അടക്കം ഉൾപ്പെടുന്നു. ഇതിനു പുറമെ 26,000 ആശാ വർക്കർമാർ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി VK ശ്രീകണ്ഠൻ MP. ബൂത്ത് മണ്ഡല പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തുടങ്ങും. ചേലക്കരയിൽ ഇന്നു മുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായില്ലെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം നടന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു. ഇന്നു മുതൽ ബൂത്ത് തല യോഗങ്ങൾ നടക്കുകയാണ്. BLA മാരുടെ മീറ്റിംഗ് നടക്കുകയാണ്. ഒരു സംശയവും വേണ്ട, പാലക്കാട്
UDFിൻ്റെ ഒരു ശക്തമായ ഒരു ഉരുക്ക് കോട്ടയാണ് വിജയം. ഞങ്ങൾ ആവർത്തിക്കും. സ്ഥാനാർത്ഥിയാകണമെന്ന് പലരും ആഗ്രഹിക്കും. ആഗ്രഹങ്ങൾക്ക് പല രീതിയിലും പുറത്തു വന്നേക്കാം. പക്ഷെ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി KPCCയും ഹൈക്കമാൻഡും കൂടി എടുക്കുന്ന തീരുമാനം വന്നിട്ടില്ല. ആ ആലോചനയിലേക്ക് കടന്നിട്ടില്ല. അതാരെ തീരുമാനിച്ചാലും പാലക്കാട് സ്വീകരിക്കും. പാലക്കാട് നിന്നും UDF സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും. എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം പാർട്ടി കേൾക്കും. അന്തിമമായ തീരുമാനം എടുക്കുന്നത് ഹൈക്കമാൻഡ്. അത് അദ്ദേഹത്തിനോട് ചോദിക്കുക. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അത് പാർട്ടി വേദികളിൽ പറയും. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ ഊതി പെരുപ്പിച്ച് നിങ്ങൾ കോൺഗ്രസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് നടക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6675, പവന് 53,400. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5565, പവന് 44,520. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.